ഇപ്പോൾ ഈ ഓഡിയോ പക്ഷെ പുറത്തു വന്ന് കോൺഗ്രസ് ഈ ഓഡിയോ പുറത്തു വിടുകയും ചെയ്തു. സ്വാഭാവികമായും ഇപ്പോൾ അദ്ദേഹത്തിന് ജോലി സമ്മർദ്ദമുണ്ടായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റിനോടാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് നിങ്ങൾ വരേണ്ട എന്ന്. CPM-ന്റെ ഈ പറയുന്ന CPM ബ്രാഞ്ച് സെക്രട്ടറിയോ ഡിവൈഎഫ്ഐയുടെ നേതാവായ പ്രമോദോ ഒന്നും കൂടെ വരുമ്പോൾ നിങ്ങൾ BLA അല്ലെങ്കിലും വരേണ്ടതില്ല എന്ന് അനീഷ് ജോർജ് പറയുന്നില്ല. റഫീഖുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട്, അടുത്ത ദിവസവും പ്രവർത്തനങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് അങ്ങ് തന്നെ നേരത്തെ സിദിൻ പറയുന്നത് കേട്ടുവല്ലോ. അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവിടെ ഭീഷണി ഉണ്ടാകുന്നില്ല. പക്ഷെ കോൺഗ്രസുമായും കോൺഗ്രസിന്റെ BLA-യുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഇതിൽ എന്ത് ജനാധിപത്യമാണുള്ളത്? ഒരു ജനാധിപത്യക്കുറവും ആലപ്പടമ്പ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് CPM-നില്ല, അത്തരമൊരു നിലപാടുമില്ല. പക്ഷേ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഒരു വലിയ ദേശീയ വിഷയം, തെരഞ്ഞെടുപ്പ് എന്ന ജനാധിപത്യപരമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തെ അട്ടിമറിക്കാനുള്ള സംഘപരിവാർ ശ്രമത്തെ തുറന്നു കാണിക്കേണ്ട ഘട്ടത്തിൽ മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള ജനാധിപത്യ ശക്തിയായിട്ടുള്ള CPM-നെതിരെയുള്ള വടിയാക്കി അതിനെ മാറ്റാൻ കഴിയുമോ എന്നുള്ള അന്വേഷണം നടത്തുകയാണ് ശ്രീ രാജു പി നായർ ഉൾപ്പെടെയുള്ളവർ. എൻ്റെ മുഖം അദ്ദേഹം പ്രത്യേകം എടുത്ത് കാണണം എന്നാണ് പറയാനുള്ളത്. സ്വന്തം സ്ഥാനാർത്ഥിക്ക് വ്യാജ അഡ്രസ്സ് ഉണ്ടാക്കി ആ അഡ്രസ്സ് സ്വാഭാവികമായും കഴിഞ്ഞ 8 വർഷമായി അവിടെ താമസിക്കാത്ത ഈ പറഞ്ഞ പ്രസ്തുത മുട്ടട വാർഡിലെ വൈഷ്ണ എന്ന സ്ഥാനാർത്ഥിക്ക് സ്വാഭാവികമായും അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് മാറ്റപ്പെടും. അത് മാറ്റിയത് ഈ നാട്ടിലെ എല്ലാവരും അറിഞ്ഞതാണ്. യഥാർത്ഥത്തിൽ തെറ്റായ നിലയിൽ ഈ നാട്ടിലെ ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന നിലപാടെടുത്തത് കോൺഗ്രസ് ആണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഇന്ന് ഹൈക്കോടതിന്റെ മുമ്പിലെത്തി ഹൈക്കോടതി അത് 19-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടേ ഉള്ളൂ. അങ്ങ് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും വിധത്തിലുള്ള വിഷയമല്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പ്രസ്തുത വ്യക്തി മത്സരിക്കേണ്ട എന്ന നിലപാടേ ഇല്ല. പക്ഷേ വ്യാജരേഖകൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഈ നാട്ടിലെ മനുഷ്യരെയും പറ്റിക്കാൻ നോക്കിയത് കോൺഗ്രസും അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരുമാണ്. അതുകൊണ്ട് അങ്ങ് സ്വയം പറ്റിയ ജാള്യതയെക്കുറിച്ച് അങ്ങ് തന്നെ ആലോചിച്ച് ആത്മരതി കൊണ്ടാൽ മതി, അത് ഇങ്ങോട്ടേക്ക് വെക്കണ്ട. ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്, ഈ പറഞ്ഞ വൈശാഖ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം തന്നെ സമ്മതിച്ചല്ലോ ഈ പറഞ്ഞ 2 വ്യക്തികൾ കൂടെ വന്നു, വഴി കാണിക്കാനും സഹായിക്കാനും ഒക്കെ 2 പേർ കൂടെ വന്നപ്പോൾ ഒരു ഭീഷണിയും ഉണ്ടായില്ലല്ലോ, ഒന്നും ഉണ്ടായില്ലല്ലോ. ഒരു ഭീഷണിയുമായി ബന്ധപ്പെട്ട് CPM-ന് ഒരു ബന്ധവുമില്ല എന്ന് അദ്ദേഹത്തിന്റെ തന്നെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമല്ലേ മാധു? ഇതിൽ പിന്നെ ഞങ്ങൾ എന്താണ് കൂടുതൽ പറയേണ്ടത്? ഞങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങൾ കൃത്യമായി ശരിവെക്കുന്ന തരത്തിലായിരുന്നു BJP-യുടെ പ്രതിനിധിയുടെയും കോൺഗ്രസിന്റെ പ്രതിനിധിയും ഈ പറഞ്ഞ BLA-യും ഇവിടെ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കോൺഗ്രസും BJP-യെ സഹായിക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് ഈ പറഞ്ഞ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് SIR ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എത്തിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ്, DCC പ്രസിഡന്റ്, KPCC പ്രസിഡന്റ്, ഇപ്പോഴിതാ BLA തൊട്ട് രാജു പി നായർ വരെ ഇത് ആവർത്തിക്കുകയാണ്. ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ബന്ധപ്പെട്ട്, ഞങ്ങൾക്ക് എന്താണ് അവിടെ ഭയക്കാനുള്ളത്? ഞങ്ങൾക്ക് എന്താണ് ജനാധിപത്യക്കുറവുമായി ബന്ധപ്പെട്ടുള്ളത്? ഈ പറഞ്ഞ BLA അവിടെ മത്സരിക്കുകയല്ലേ, അദ്ദേഹം ഈ വീടുകളൊക്കെ ഇദ്ദേഹത്തോടൊപ്പം നടന്ന് കയറിയില്ലേ? അതിന്റെ കൂടെ ഞങ്ങളുടെ CPM-ന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നല്ലോ, BLA-യുമായി തുടർന്ന് ബന്ധം ഈ പറഞ്ഞ അനീഷിനുണ്ടായിരുന്നല്ലോ. യാതൊരുവിധ ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് പിന്നീട് ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങോട്ട് പറയുന്ന ഓഡിയോ അല്ലല്ലോ നമ്മൾ കേൾക്കുന്നത്. അനീഷ് ജോർജ് വൈശാഖിനോടാണ് പറയുന്നത് നിങ്ങൾ വരേണ്ടതില്ല എന്നുള്ളത്. സ്വാഭാവികമായും അവിടെ ജനാധിപത്യപരമായ ഔദ്യോഗികമായ സംവിധാനം അനുവദിച്ചു കൊടുത്ത ഒരു അവകാശവും ഉത്തരവാദിത്വവും ലംഘിക്കപ്പെടുകയാണ്. അത് അയാൾക്ക് ഈ അനീഷ് ജോർജിന് അത് വിളിച്ചു പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് തീർച്ചയായും അന്വേഷിക്കപ്പെടണം. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം. പക്ഷെ അത് CPM-ന്റെ പെടലിക്ക് കെട്ടണമെന്ന് നിങ്ങൾക്ക് എന്താണ് നിർബന്ധം? അങ്ങനെ ഒരു നിലപാട് CPM അവിടെ എടുത്തിട്ടില്ല എന്നും ഇദ്ദേഹവുമായി ഏറ്റവും നല്ല കോഡിയലായിട്ടുള്ള ബന്ധമാണ് CPM-നെന്ന് തെളിയിക്കപ്പെട്ടതല്ലേ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പരാതി കൊടുത്തത് 1.5 ആഴ്ച മുമ്പാണ്. ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് 1.5 ആഴ്ച മുമ്പാണ് ഇതുണ്ടായിട്ടുള്ളത്. ഈ പരാതി കൊടുത്തിട്ടുള്ളത്, പരാതി വൈശാഖ് നൽകിയിട്ടുള്ളത്. വൈശാഖ് പരാതി നൽകിയതിനു ശേഷവും ഇവിടെ നേരത്തെ പറഞ്ഞ CPM-ന്റെ BLA-യും ഈ പറഞ്ഞ പ്രസ്തുത വ്യക്തികളുമെല്ലാം ഒരുമിച്ച് കൂടിയിരുന്നു. പൊതുവിലും എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഏറ്റവും അവസാനം വള്ളത്തോൾ നേരത്തെ പറഞ്ഞ ലൈബ്രറിയിൽ വെച്ച് എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ചെയ്തു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.
ഒരു കാര്യം കൂടി പറഞ്ഞു, കോളേജ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നൊക്കെ പറഞ്ഞ കേരളത്തിലെ മുഴുവൻ സർവകലാശാലയും SFI ആണ് ആശാനെ ജയിച്ചത്. അതെങ്കിലും അംഗീകരിക്കാൻ ആദ്യം പഠിച്ചിട്ട് അട്ടിമറിച്ചിട്ടാണ് ജയിച്ചതെന്നൊക്കെ പറയുന്നതൊക്കെ പച്ചക്കള്ളാണ്. ശരി, ശ്രീ പി. പി. ശ്രീപത്മനാഭൻ, ഞാൻ അങ്ങേലേക്ക് വരാമേ. അതിനു മുൻപ് ഞാനൊന്ന് വൈശാഖിലേക്ക് പോയിക്കോട്ടെ.